മുത്തശ്ശ, നമ്മുടെ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ജ്വല്ലറി എക്സിബിഷൻ നടക്കുന്നത്. ഇന്ന് ഞാൻ കുറെ ആഭരണങ്ങൾ വാങ്ങിച്ചേ മടങ്ങൂ. നമസ്കാരം മേഡം. ദാ ഇത് പുതിയ ഡിസൈനാണ്. വേണ്ട വേണ്ട. മുത്തശ്ശ, നിങ്ങളെ കാണാൻ നല്ല സുന്ദരനായിട്ടുണ്ട്. ഇതുപോലെ എന്നും ആഭരണങ്ങൾ ഇട്ട് പോയാ മതി കേട്ടോ. ഇതിൽ ഇത്ര സന്തോഷിക്കാനും മാത്രം എന്തിരിക്കുന്നു? അതെ, നിങ്ങളുടെ ഈ ആഭരണങ്ങളൊക്കെ എടുത്തോ, അല്ലെങ്കിൽ ഞാനിത് കൊണ്ടുപോകും വീട്ടിലോട്ട്. പൊയ്ക്കോളൂ ലാലാജി, ഇനിയാണ് അങ്ങോട്ട് തിരക്ക് കൂടാൻ പോകുന്നേ. ഞാൻ സേവർ ചാന്ദാണ് സംസാരിക്കുന്നത്. എക്സിബിഷൻ തീരാനുള്ള സമയമായിരിക്കുന്നു. അതുകൊണ്ട് ദയവ് ഇതെല്ലാവരും ഇന്ന് മടങ്ങിപ്പോയിട്ട് നാളെ രാവിലെ 10 മണിക്ക് തിരിച്ചു വരിക. ഇവിടെ ഇന്ന് സെക്യൂരിറ്റിക്ക് ലഡു സിംഗും പിന്നെ വേറെ കുറച്ച് സെക്യൂരിറ്റികളും ഉണ്ടാവും. എന്നാ കാണാം. ഹലോ ചായക്കാരാ, ഇവിടെ ലഡു സിംഗിന് മറ്റുള്ളവർക്കൊക്കെ നല്ല കടുപ്പത്തിലൊരു ചായ കൊടുക്ക. ഇതെന്താ ചായക്കകത്ത് ഉറക്ക ഗുളിക ഇട്ടിട്ടുണ്ടോ? ഈ ചായ കുടിക്കുമ്പോ എനിക്ക് വല്ലാതെ ഉറക്കം വന്നിട്ട് വയ്യ. എനിക്ക് തോന്നുന്നു ഇവിടെ മോഷണം നടക്കാൻ പോണ്ടെന്ന്. ശിവയ്ക്കൊന്ന് വിളിച്ച് പറയണോ ഞാൻ? ഞങ്ങള് കുടിക്കുന്ന ചായയില് ഉറക്ക ഗുളിക ഇട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. ലഡു സിംഗ് സാറേ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നിങ്ങള്? അതെ, ആ ചായക്കടക്കാരൻ ചായയിൽ ഉറക്ക ഗുളിക ഇട്ടിട്ട് ഇപ്പൊ എല്ലാരും കിടന്ന് ഉറങ്ങാണ്. ഇവിടെ ആണെങ്കിൽ കള്ളന്മാരെ എല്ലായിടത്തും മോഷ്ടിക്കാണ്. അതുകൊണ്ട് വേഗം വന്നേ, വേഗം. എന്താ ലഡു സിംഗ് സാറേ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ? എന്നാ ഇനി നമുക്ക് നാളെ കാണാം. നന്നായിട്ട് സെക്യൂരിറ്റി പണി ചെയ്തോണം കേട്ടോ. എന്റെ ശരിക്കുള്ള പേര് നെട്ടൂർലാൽ എന്നാ. മോഷ്ടിക്കുന്നതാണ് എന്റെ പ്രധാന ജോലി. നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. ലഡു സിംഗ് സാറേ, എനിക്ക് ലഡു സിംഗ് സാറേ, ലഡു സിംഗ് സാറേ എഴുന്നേൽക്കൂ. ഞാൻ ശിവ വന്നിരിക്കാണ്. ശിവയോ? ശിവ, നീ വന്നല്ലേ? ഇതെന്താ 4 ശിവ? അതെ, ഒരു ശിവ തന്നെ മതിയായിരുന്നുവല്ലോ. എന്തിനാ 4 പേരും കൂടി? ലഡു സിംഗ് സാറേ, ഞാൻ ഇപ്പുറത്താ ഉള്ളത്. എന്ത് പറ്റി ലഡു സിംഗ് സാറേ? ആ കള്ളന്മാര് എവിടേക്കാ പോയത്? ശിവ, എനിക്കറിയില്ല. ഈ കാണുന്ന 4 വഴിയിൽ ഏത് വഴിക്ക് അവര് പോയെന്ന്. അതേന്നേ, ഞാൻ വിചാരിക്കുന്നത് ഈ വഴിക്കാണ്. അല്ലല്ലല്ല, ഒരു പക്ഷേ ചിലപ്പോ ആ വഴി കൂടെ ആയിരിക്കും അവര് പോയിരിക്കുന്നത്. ഇവിടെ വന്ന് സൂക്ഷിച്ചിരിക്കെ, ഞാൻ കള്ളന്മാരെ പോയി നോക്കട്ടെ. Mm.
ആ. ഉം. ആ. ലഡു സിംഗ് സാറേ കേൾക്കുന്നുണ്ടോ? എന്തിനാണ് കുട്ടി ആവശ്യമില്ലാതെ വഴി തടയാൻ വന്നേ? കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ ശിവ എന്നാണ് എന്റെ പേര്. ഓടിക്കോ ഓടിക്കോ, ഇല്ലെങ്കിൽ എല്ല് പോകും. ഓടിക്കോ. എന്നെ വലിച്ചോണ്ട് പോവാ. എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കേ. അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ. വെരി ഗുഡ് ശിവ, വെരി ഗുഡ്. അങ്ങനെ കള്ളനെ നമ്മൾ പിടിച്ചു. എന്റെ പ്ലാൻ ശരിക്കും വിജയിച്ചിരിക്കുന്നു. കലക്കി. സാറിന്റെ പ്ലാൻ അല്ല, എല്ലാരും പ്ലാൻ എന്ന് പറഞ്ഞോളൂ. ശിവ നമുക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. അവൻ ഈ വഴിക്കാ പോണെന്ന് പറഞ്ഞേ. ഒരു കഴിവുള്ള പോലീസ് ഓഫീസറിന് നന്നായിട്ട് അറിയാം ഏത് സിറ്റുവേഷനിൽ എങ്ങനത്തെ പ്ലാനാണ് വർക്കൗട്ട് ആവാന്ന്. ഈ സിറ്റുവേഷനിൽ ഞാൻ ശിവയുടെ പ്ലാനാണ് യൂസ് ചെയ്തത്. അത് ശരിക്കും ഫലിച്ചു. സർ ശരിക്കുള്ള കള്ളൻ ഓടിപ്പോയി. ഇത് അയാളുടെ ജോലിക്കാരനാ. അങ്കിൾ നിങ്ങളുടെ ബോസ് ആരാന്ന് വേഗം പറയൂ. എനിക്ക് ഒരു കാര്യം അറിയില്ല, എനിക്ക് ഒരു സത്യവും അറിയില്ല. മിക്കപ്പോഴും ഫോൺ വഴിയാണ് എനിക്ക് ആജ്ഞകൾ വരുന്നത്. ഒരിക്കൽ പോലും ഞാൻ ആരും കണ്ടിട്ടില്ല. ഓഹോ, അതിന് കള്ളൻ രക്ഷപ്പെട്ട് എങ്ങോട്ട് പോകും? എന്റെ അടുത്ത് ഒരുപാട് പ്ലാനുകളുണ്ട്, ആർക്കും അറിയില്ല. വിടില്ല ഞാൻ അവനെ. ആ ഒരുപാട് പ്ലാനുകളുടെ പേരെന്താണെന്നറിയോ? ശിവ പ്ലാൻ, ശിവ പ്ലാൻ, ശിവ. Shut up, ബെഡറാം. എടുക്ക്, ഇവനെ പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തോണ്ട് കൊണ്ടുപോ. വേഗം. ഓ ഇവൻ എന്തൊരു മാരാ. എന്റെ മികച്ച കഴിവുകൊണ്ടാണ് ഈ പ്ലാനൊക്കെ സക്സസ്ഫുൾ ആയത്. ആ ഗ്രൂപ്പിലത്തെ കള്ളന്മാരെ ഒരു കള്ളനെ ഞാൻ പിടികൂടി, അറിയോ? അധികം താമസിക്കാതെ മറ്റുള്ള കള്ളന്മാരെ ഞാൻ പിടിച്ചിരിക്കും. ലഡു സിംഗ് സാറേ, മോഷ്ടാവായ ലഡ്ഡൂർ ലാലിന്റെ ആൾക്കാരെ നിങ്ങൾ പിടിച്ചെന്നറിഞ്ഞു. സത്യമാണോ അതോ ശിവയാണോ? ഈ ലഡു സിംഗിന് ഒരു പണിയും സ്വയം ചെയ്യാനേ അറിയില്ല. എപ്പോഴും എല്ലാത്തിനും എന്റെ കുഞ്ഞിനെ വിളിച്ചോണ്ടിരിക്കും. ശിവ ദേ ആ ജോലിക്കൊന്നും നീ പോവാൻ നിക്കരുത് കേട്ടോ. ഐ, ഞാൻ പിടിച്ചാലെന്താ ശിവ പിടിച്ചാലെന്താ, രണ്ടും ഒന്നല്ലേ? നട്വർ ലാൽ, താൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. നീ ലഡ്ഡു സിംഗിന്റെ ഏരിയയിൽ വന്നിട്ടാണ് നിന്റെ കളി കാണിച്ചത്. നിന്റെ പോലെ ബുദ്ധിയില്ലാത്ത ചെറിയ വലിയ കള്ളന്മാരൊക്കെ എന്റെ ശിവ ഒരുത്ത മതി പിടിക്കാൻ, മനസ്സിലായോ? ആ ശിവയെന്ന ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചതിന്റെ കാര്യം. ഈ നട്ടൂർ ലാലിന്റെ തലയിൽ ഉദിക്കുന്ന ഐഡിയാസ് പോലെ വേറൊരുത്തനും ഈ നാട്ടിൽ ഉണ്ടാവാൻ പാടില്ല. ഹാ! നിക്ക്. എന്റെ പേര് സമീന്ദർ ഠാക്കൂർ എന്നാ. നിങ്ങൾ നല്ലൊരു പാട്ടുകാരനാണെന്നാണ് ഞാൻ ഇതുവരെ കേട്ടിരിക്കുന്നത്.
എന്റെ അടുത്ത് നിങ്ങൾക്കുള്ള ഒരു നല്ല ഓഫർ ഉണ്ട്. ഓഫർ എന്താ? ഇത് കണ്ടോ, ഇത് നല്ല അടിപൊളി ബംഗ്ലാവിന്റെ ഫോട്ടോയാ. ഈ ബംഗ്ലാവ് ഞാൻ വിൽക്കാൻ പോവാ. എന്നിട്ട് ഞാൻ അബ്രോഡിലേക്ക് പോകാൻ പോവാ. ഈ ബംഗ്ലാവിന്റെ മുന്നിൽ ഉഗ്രനൊരു പൂന്തോട്ടമുണ്ട്. അവിടെ എന്നും വെളുപ്പിന് ഒരുപാട് പക്ഷികൾ വരും. ഗാർഡന്റെ പുറകുവശത്ത് ഒഴുകി പോകുന്ന നല്ലൊരു പുഴയുമുണ്ട്. അത് മാത്രല്ല, ബംഗ്ലാവിന്റെ പുറകിൽ മഞ്ഞ് മൂടി കിടക്കുന്ന മലകളുമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ എന്നും വെളുപ്പിന് അവിടെ വന്ന് ഗാനം ആലപിക്കുമ്പോൾ മയിലുകൾ വന്ന് നൃത്തമാടും. ഇവിടെ നിങ്ങൾക്ക് സംഗീത അക്കാദമിയും തുറക്കാം.